SDPI ബന്ധപ്പെട്ട് EDയുടെ രാജ്യവ്യാപക റെയ്ഡ് വിവിധ സംസ്ഥാനങ്ങളിലായി 12 ഇടങ്ങളിലാണ് ED പരിശോധന നടത്തി. വിവരങ്ങളുമായി സിബി സി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സിബി, കഴിഞ്ഞ ദിവസം ED നടത്തിയ പരിശോധനയിൽ പോപ്പുലർ ഫ്രണ്ട് ആണ് SDPIക്ക് പണമടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നത്. പഴയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ തന്നെയാണ് ഇപ്പോഴത്തെ SDPI എന്നുകൂടി കഴിഞ്ഞ ദിവസം ED നടത്തിയ റെയ്ഡിന് ശേഷം പുറത്തു വരികയും ചെയ്തത്. എന്താണ് ഇന്ന് 12 ഇടങ്ങൾ കേരളത്തിലടക്കം ഉള്ള സ്ഥലങ്ങളിൽ ഈ റെയ്ഡ് നടന്നോ? എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? സിജു, ഇപ്പോൾ രാജ്യവ്യാപകമായി വിവിധ സംസ്ഥാനങ്ങളിൽ, കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ 12 ഇടങ്ങളിലാണ് EDയുടെ റെയ്ഡ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം കള്ളപ്പണ നിരോധന നിയമപ്രകാരം SDPIയുടെ ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ അദ്ദേഹത്തെ 6 ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ED ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതിനിടയിലാണ് EDയുടെ ഒരു രാജ്യവ്യാപകമായ റെയ്ഡ് ഇന്നിപ്പോൾ തുടരുന്നത്. ദില്ലിയിൽ SDPIയുടെ ആസ്ഥാനം ഉൾപ്പെടെ 2 ഇടത്തും, കേരളത്തിൽ മലപ്പുറം, തിരുവനന്തപുരം എന്നിങ്ങനെ 2 ഇടത്തും, ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൽ, ജാർഖണ്ഡിലെ പാകൂർ, മഹാരാഷ്ട്രയിലെ താനെ, ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത, ലക്നൗ, ജയ്പൂർ എന്നിവ ഉൾപ്പെടെ 12 ഇടങ്ങളാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. എന്തായാലും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടും SDPIയും ഒന്ന് തന്നെയാണെന്നുള്ളൊരു വാദമാണ് ഇപ്പോൾ ED ഉന്നയിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയാണ് SDPI. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സംഘടന അനധികൃതമായി കോടികൾ കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെയും ഫൈസിക്കും പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ EDയുടെ കണ്ടെത്തൽ. തുടർന്നാണ് ഇപ്പോൾ ഈ റെയ്ഡ് പുരോഗമിക്കുന്നത്. 2022 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിരുന്നു. 2029 മുതൽ SDPI ഒരു രാഷ്ട്രീയ പാർട്ടിയായി അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതൊരു ആന്തരികമായി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായിട്ടും ബാഹ്യമായി സാമൂഹിക പ്രസ്ഥാനമായി SDPI പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് EDയുടെ കണ്ടെത്തൽ. എന്തായാലും വലിയ നടപടിയാണ് ഇപ്പോൾ EDയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. 12 ഇടങ്ങളിൽ പരിശോധന തുടരുകയാണ്. ശരി, സിബി സി ജോസഫാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.